മാതൃദേവോ ഭവ. അദ്വൈതവും മാതൃത്വവുമായിട്ടുള്ള ബന്ധം, അതാണ് വാസ്തവത്തിലെ ജീവിതത്തിലൊരു മഹാതത്വം. അദ്വൈതാമൃതവർഷിണി എന്നാണ് മാതൃഭാവത്തിലുള്ള ഭഗവത്ഗീതയെ ധ്യാനശ്ലോകത്തിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു അമ്മയുടെ പ്രത്യേകത അവൾ സദാ അദ്വൈതാമൃതവർഷിണിയായിരിക്കണം എന്ന്. അദ്വൈതത്തിനെ ജീവസുറ്റ ഒരു തത്വമായി പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാവുന്നതായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമായിട്ട് വളർത്തിയെടുക്കാൻ അമ്മയ്ക്ക് കഴിയും. എവിടെ നിന്ന് ആരംഭിക്കുന്നു ഈ അദ്വൈതം എന്നത് ചിന്തനീയമാണ്. എന്തുകൊണ്ട് ഒരു അമ്മയുടെ മനസ്സിൽ ഈ അദ്വൈത ഭാവന വളരെ നൈസർഗികമായിട്ട് ഉദയം ചെയ്യുന്നു എന്നതിനെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് തോന്നും അവളുടെ ഗർഭാവസ്ഥയിൽ നിന്നായിരിക്കണം. ഗർഭാവസ്ഥയിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ഭ്രൂണത്തിൻ്റെ പ്രാണസ്പന്ദനവുമായിട്ട് അമ്മയുടെ ജീവനും ബുദ്ധിയുമെല്ലാം ഇണങ്ങിച്ചേരുകയാണ്. അറിഞ്ഞും അറിയാതെയും അവൾ ഏത് സമയവും ഈ സ്പന്ദനത്തിനെ തൻ്റെ സ്പന്ദനവുമാക്കി ചേർക്കുന്ന ആ പ്രക്രിയയിൽ എന്തെന്നില്ലാത്തൊരാനന്ദം കാണുന്നു. അതുകൊണ്ടാണ് സാധാരണയായിട്ട് ഗർഭവതികളായ സ്ത്രീകൾ സ്വതവേ ആനന്ദവതികൾ. അവരറിയാതെ തന്നെ അവരുടെ ഓരോ കോശത്തിലും ഈ അദ്വൈത സന്ദേശം അല്ലെങ്കിൽ അദ്വൈതത്തിൻ്റെ ആനന്ദം പ്രസ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു അമ്മയാകാൻ പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ അവളുടെ സൗന്ദര്യം കൂടിയെന്ന് തോന്നും, അവളുടെ സ്വഭാവത്തിന് മാറ്റം വരും. കുറച്ച് ദിവസത്തെ ആ പ്രാഥമിക വിഷമങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവൾ ആനന്ദത്തിൻ്റെ ഭാവമായി മാറും. ഈ അദ്വൈത ചിന്തയെ വളർത്തിയെടുക്കും തോറുമാണ് മാതൃത്വം വികസിച്ച് വരുന്നത്. അതാണ് നമുക്ക് അറിയേണ്ടതും പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും.